ഏട്ടന് സ്വയം പര്യാപ്തത വരാത്തത് കൊണ്ട് ഞങ്ങൾ പിടിച്ച് കെട്ടിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷെ അവൻ തന്നെ ഒരാളെ കണ്ടെത്തി. ഇപ്പം കല്യാണമായി. ഇനിയിപ്പം 12 മണിക്ക് വാതിൽ തുറന്ന് കൊടുക്കാനൊക്കെ ആളായി, ഡ്രസ്സ് അലക്കി കൊടുക്കാൻ ആളായി. ഞാൻ ഫ്രീ ആയി, ഹാപ്പിയാണ്. കല്യാണത്തെക്കുറിച്ച് പറയാനുള്ളത്, അളിയനിപ്പോൾ അടിപൊളിയാണ്. ഞാൻ പെട്ടു, അപ്പം അളിയനും പെടാൻ പോവാണ്. അപ്പം എല്ലാ ആശംസയും അളിയന് നേർന്നുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന കല്യാണമാണ്. എന്താണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. അവന് പറ്റിയ ഒരാളെ തന്നെയാണ് കിട്ടിയതെന്ന് തോന്നുന്നു. അതെ, പിന്നെ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താണേലും ഒത്തിരി ഹാപ്പി. ഇതുവരെ പരിചയപ്പെട്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരാളെന്ന് തോന്നിയത്. അപ്പം ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്, വീട്ടുകാർ ഹാപ്പിയാണ്. അപ്പം മുന്നോട്ട് ഇതേപോലെ പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. വന്ദിത നമോ നമോ നാരായണായ അഷ്ടകാര്യേഷു സർവദാം സൃഷ്ടി മഹാദേവ നമോ നമോ. ഞങ്ങൾ പോകുന്നതിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രിയൊക്കെ ഒരു 12 മണി 1 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ മതിൽ തുറന്നു തരാൻ പറ്റുന്ന ഒരു സാഹചര്യം പെങ്ങൾക്കായിരുന്നു. ഇനിയിപ്പോൾ അതില്ല. അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് അലക്കി തരാൻ ആളില്ല. നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പിന്നെ അളിയ അവളൊന്ന് നോക്കിയും കണ്ടൊക്കെ അങ്ങ് കൊണ്ടുപോയിക്കുക. അല്ലാണ്ട് ഇപ്പോൾ കൂടുതലിപ്പോൾ എന്നാ പറയാൻ അളിയനെ